പലപ്പോഴും ഒ പിയിൽ വന്ന് മാതാപിതാക്കൾ പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് കുട്ടികൾക്ക് കൂടെ കഫക്കെട്ട്, ജലദോഷം തുടങ്ങിയവ വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച കാരണമുണ്ടാകുന്ന മൂക്കിലെ ദശ എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയുന്ന അസുഖം കാരണമാണ്. ഈ ഗ്രന്ഥി സാധാരണ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അത് പരമാവധി 5-6 വയസ്സ് വരെ വളർച്ച പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ പലപ്പോഴും കുട്ടികൾക്ക് വായ തുറന്ന് ഉറങ്ങുക, കൂർക്കം വലി, പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വന്ന് സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരിക, ചെവിയിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വന്ന് വേദന, കേൾവിക്കുറവ് തുടങ്ങിയ പ്രോബ്ലംസ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ എക്സ്റേ എടുത്തോ അല്ലോ എൻഡോസ്കോപ്പിയോ വഴി നമ്മൾ അതിന് രോഗനിർണയം നടത്തുകയും 2-3 മാസം മരുന്ന് ചികിത്സ കൊടുത്തതിന് ശേഷം ഫലപ്രദമല്ലെങ്കിൽ ഓപ്പറേഷൻ വഴി ഈ ഗ്രന്ഥി നീക്കം ചെയ്യുക എന്നതാണ് സാധാരണ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അഡിനോയിഡ് മൂലമുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാൻ കഴിയുന്നതാണ്.